അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബാൻഡഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ സ്കൈലൈൻ സ്റ്റോറേജ്, ഇങ്ങനെയുള്ള സ്റ്റോറേജ് സ്കീമുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളുടെ മോഡ്യൂൾ 5 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് സ്കീമുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ഈ കോൺസെപ്റ്റ്. നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെ. നമ്മുടെ FEM ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്പർ ഉണ്ടെങ്കിൽ ആ മെമ്പറിനെ കുറെ എലമെന്റുകളായിട്ട് തിരിക്കും. ആ എലമെന്റുകളായിട്ട് തിരിച്ചതിന് ശേഷം ആ എലമെന്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ വരയ്ക്കും അല്ലെ, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യും. അപ്പൊ നമ്മളിപ്പോൾ ട്രസ് എലമെന്റ് ആണെങ്കിലും ബീം എലമെന്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോം ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് ഇത്. നമുക്കിപ്പോൾ കാണുമ്പോൾ ഏകദേശം 6/6 മെട്രിക്സ് ആണ്, അതായത് 36 എലമെന്റ് ഉള്ള മെട്രിക്സ് ആണ് ഈ കാണുന്നത്. പക്ഷേ ഒരു വലിയ സ്ട്രക്ചർ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ നമ്പർ ഓഫ് വളരെ മില്യൺ സൈസിലുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് ഒക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ അത്രയും വലിയൊരു സ്റ്റിഫ്നെസ് മെട്രിക്സിനെ സോൾവ് ചെയ്യാൻ കുറച്ച് സമയം ഈ പ്രോസസ്സറിന് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് ചെറുതാക്കി അനലൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ 36 എലമെന്റ്സും സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് അതിനൊരു പാറ്റേൺ ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഈ സ്റ്റോറേജ് സ്കീംസ്. അതിൽ പെട്ടതാണ് ഈ ബാൻഡഡ് സ്റ്റോറേജും അതുപോലെ തന്നെ ഈ സ്കൈലൈൻ സ്റ്റോറേജും എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയാൽ ഇതിലിപ്പോ 6/6 മെട്രിക്സ് ആണ്, 36 എലമെന്റ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ബാൻഡഡ് സ്റ്റോറേജ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 36 എലമെന്റ്സിന് പകരം ഇത് ഒരു ഫിക്സഡ് വിഡ്ത്തിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ മെട്രിക്സിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കി, അതായത് ഇപ്പൊ ബാൻഡഡ് സ്റ്റോറേജ് ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കാം. സ്റ്റോർസ് എവറി എലമെന്റ് വിത്തിൻ എ ഫിക്സഡ് വിഡ്ത്ത് സ്ട്രിപ്പ് ആണ് അറൌണ്ട് ദ ഡയഗ്രം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മെട്രിക്സിനെ ഒരു ഫിക്സഡ് വിഡ്ത്തിലേക്ക് നമ്മൾ ചുരുക്കുകയാണ് അറൌണ്ട് ദ ഡയഗ്രം, ഇൻക്ലൂഡിംഗ് സീറോസ് ദാറ്റ് ഹാപ്പൻ ടു ഫാൾ ഇൻസൈഡ് ദ ബാൻഡ്. അതായത് ഈ ഒരു ഡയഗ്രം ബാൻഡഡ് സ്റ്റോറേജ് അറേയുടെ ഒരു ഡയഗ്രം നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയേ, ഇവിടെ 4 2 1 അത് ഇവിടെയുണ്ട്, 4 2 1. ഇവിടെ 2 5 2 1, ഇവിടെയും 2 5 2 1 ഉണ്ട്. ഇവിടെ 1 2 6 2 1, ഇവിടെയും 1 2 6 2 1 ഉണ്ട്. ഇവിടെ 1 2 5 2 1 ഉണ്ട്. ഇവിടെ 1 2 4 2 1 ഉണ്ട്. ഇവിടെ 1 2 3 ഉണ്ട്. അത് തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ പ്രത്യേകത എന്താ, ഇവിടെ 6 റോ ഉണ്ട്, ഇവിടെ 6 റോ ഉണ്ട്. ഇവിടെ എത്ര കോളം ഉണ്ട്? 6 കോളം ഉണ്ട്. ഇവിടെ എത്ര കോളം ഉണ്ട്? 5 കോളം ഉണ്ട്. അതായത് ഇതിലൊരു കോളത്തിനെ എടുത്തു കളഞ്ഞ് ഇതിനെ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വിഡ്ത്തില് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റും ഇല്ലേ. ഒരു ഫിക്സഡ് വിഡ്ത്തില് നമുക്ക് ഇതിനെ ചുരുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അതിനെയാണ് നമ്മൾ ബാൻഡഡ് സ്റ്റോറേജ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ അതിന് നോക്കിയാൽ കാണാം, ഇതൊരു 6/6 മെട്രിക്സ് ആണ്. മൊത്തത്തിൽ 36 എലമെന്റ്സ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇതിനെ ഒരു 30 വാല്യൂസ് ഉള്ള മെട്രിക്സ് ആയിട്ട് ചുരുക്കാൻ പറ്റും. അപ്പോൾ ഈ ബാക്കി വരുന്ന സെൽ എന്ന് പറയുന്നത് അത് വേസ്റ്റേജ് ആണ്. പക്ഷെ ഇവിടെയുള്ള വേസ്റ്റേജിനേക്കാൾ കുറവാണ് ഈ ബാൻഡഡ് സ്റ്റോറേജിലുള്ള വേസ്റ്റേജ്. ഇവിടെയുള്ള വേസ്റ്റേജ് നോക്കിയാൽ 1 2 3 4 5 6 അത് ഇവിടെയും ഉണ്ടാവും. അപ്പൊ 12. എന്നാൽ ഇവിടെ എത്ര ഉണ്ട്? 6 എണ്ണേ ഉള്ളൂ. സോ ഇവിടെ 12 വേസ്റ്റേജ് വരുന്നു, ഇവിടെ 6 വേസ്റ്റേജ് വരുന്നുള്ളൂ. വിച്ച് മീൻസ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റും ബാൻഡഡ് സ്റ്റോറേജിൽ. ഓക്കെ, ഇതാണ് ബാൻഡഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ സ്കൈലൈൻ സ്റ്റോറേജിനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, സെയിം വേ മെട്രിക്സ് ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാം 6/6 മെട്രിക്സ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ നോക്കിയാൽ, ഈച്ച് കോളം സ്റ്റോർഡ് ഫസ്റ്റ് നോൺ സീറോ ഡൗൺ ടു ഡയഗണൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനിപ്പോ ആദ്യത്തെ കോളം സെലക്ട് ചെയ്യാം. ആ ആദ്യത്തെ കോളത്തിൽ നോൺ സീറോ ആയിട്ടുള്ള നമ്പറുകളെ മാത്രം സ്റ്റോർ ചെയ്യും. ഓക്കെ, ഡയഗണൽ വരെ. ഇപ്പോ ഇത് ഡയഗണൽ എലിമെന്റ് ആണ്. അപ്പൊ കോളം നമ്പർ 1 ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഈ 4 എന്ന് പറയുന്ന വാല്യൂ മാത്രമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ കോളം നമ്പർ 2 എടുക്കാമെന്ന് വിചാരിച്ചു. കോളം നമ്പർ 2 നോൺ സീറോ നമ്പർ ഡയഗണൽ വരെയുള്ളത് സ്റ്റോർ ചെയ്യും. അതായത് 2 നോൺ സീറോ ആണ്, 5 നോൺ സീറോ ആണ്. അപ്പൊ ഡയഗണൽ വരെ 2 നമ്പർ ഉണ്ട്, 2 5. ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ 4 5 6 5 4 3 എന്ന് പറയുന്ന ഇതാണ് ഡയഗണൽ. ആ ഡയഗണൽ വരെ നോൺ സീറോ ആയിട്ടുള്ള നമ്പറുകൾ മാത്രം സ്റ്റോർ ചെയ്യുക. ഇപ്പൊ കോളം 3 എടുത്തു കഴിഞ്ഞാൽ 1 2 6. കോളം 4 എടുത്തു കഴിഞ്ഞാൽ 0 സ്റ്റോർ ചെയ്യുക, 1 2 5. നിങ്ങൾ നോക്കിയേ, കോളം 4 1 2 5, കോളം 3 1 2 6. ഓക്കെ, കോളം 5 1 2 4, കോളം 6 1 2 3. ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് പോവാം. അതാണ് ഇവർ കാണിച്ചിരിക്കുന്നത് അല്ലേ. കോളം 1 ഒരെണ്ണേ സ്റ്റോർ ചെയ്യുള്ളൂ, കോളം 2 2 എലമെന്റ് സ്റ്റോർ ചെയ്യും, കോളം 3 3 എലമെന്റ്, കോളം 4 അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് പോകും. ഇതിനെയാണ് സ്കൈലൈൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പൊ സ്കൈലൈൻ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എഴുതേണ്ടത് സ്റ്റോർസ് ഈച്ച് കോളം ആണ്, ഓരോ കോളത്തിനും സ്റ്റോർ ചെയ്യും ഫ്രം ഇറ്റ്സ് ഫസ്റ്റ് നോൺ സീറോ എൻട്രി. അതിന്റെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്നാണ് അത് സ്റ്റോർ ചെയ്യുക ടു ദ ഡയഗണൽ വരെ അത് സ്റ്റോർ ചെയ്യും. അതൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു എൻവലപ്പ് പോലെ നമുക്ക് കിട്ടും. അതൊരു സ്കൈലൈന് സിമിലർ ആയിട്ട് വരുന്നതുകൊണ്ടാണ് അതിന് സ്കൈലൈൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയഗണൽസിന്റെ അറൗണ്ട് ഉള്ള എൻട്രീസ് ആണ് ഇത് സ്റ്റോർ ചെയ്യുക. ഇതിന് വിഡ്ത്ത് ഫിക്സഡ് ഒന്നല്ല. ഓക്കെ, നേരത്തെ പോലെ ബാൻഡഡ് സ്റ്റോറേജ് പോലെ വിഡ്ത്ത് ഫിക്സഡ് ആയിട്ട് ഉള്ളതല്ല. ഓക്കെ, പിന്നെ ഓരോ കോളത്തിനും പല ഹൈറ്റ് ആയിരിക്കും. ഈ കോളത്തിന് ഹൈറ്റ് 1 ഉള്ളൂ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അങ്ങനെ അത് ഡിപെൻഡ് അപ്പോൺ എത്ര നോൺ സീറോ നമ്പേഴ്സ് ഉണ്ട്, എത്ര സീറോസ് ഉണ്ട്, അതിനെ ഡിപെൻഡ് ചെയ്യും ഈ സ്കൈലൈൻ സ്റ്റോറേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഈ 2 തരത്തിലുള്ള സ്റ്റോറേജും നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ്, ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മെമ്മറി കുറച്ചും കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് ഫാസ്റ്റർ ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 സ്റ്റോറേജ് സ്കീംസും കൊടുത്തിരിക്കുന്നത്. ഓക്കെ.